ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പൊന്നൂസ് ആൻഡ് ഫാമിലി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോട്ടാങ്ങൽ പടയണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പടയണി സംബന്ധമായിട്ട് നമുക്ക് രണ്ട് കരകളിലായിട്ടാണ് പടയണി നടത്തുന്നത്, കുളത്തൂർക്കര, കോട്ടാങ്ങൽക്കര. അപ്പം നമ്മുടെ കുളത്തൂർക്കരയുടെ അടവിമരം മുറിച്ചുകൊണ്ട് പോവുകയാണ്. അടവി എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ അടവിമരം മുറിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ അടവിമരമാണ് കൊണ്ടുപോകുന്നത്. ഇത് അടവിമരം കൊണ്ടുപോയി മുറിച്ച് ഇപ്പം ഇവിടെ അമ്പലത്തിൽ കൊണ്ടുവെക്കും. എന്നിട്ട് രാത്രിയാണ് നമ്മൾ എല്ലാ ആൾക്കാരും പാട്ടും അതുപോലെ തന്നെ മേളമൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആസ്പദമാക്കി അമ്പലത്തിൽ പുഴുക്കുണ്ട്, അടവിപ്പുഴുക്കുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഭക്തജനങ്ങളെല്ലാവരും പോവുകയാണ്. ആര് ചെന്നാലും ആർക്കും പുഴുക്ക് കൊടുക്കും. എല്ലാവരും അമ്പലത്തിൻ്റെ അവിടെ പുഴുക്ക് മേടിക്കാനായിട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് എന്തുണ്ടായിരുന്നു, നമ്മുടെ ചക്കാലക്കുന്ന് പള്ളിയിൽ റാസ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റാസ കാണാനായിട്ട് പോയി നിൽക്കുവാണേ. അപ്പോൾ ഇത് കണ്ടോ, ബലൂൺ കാണാൻ നല്ല ഭംഗിയില്ലേ, ഒരുപാട് നമ്മൾ റാസ വരുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം റാസയും അടവിയും എല്ലാം ഒരേ ദിവസമാണ് വന്നത്. അപ്പോൾ നമ്മൾ റാസ കാണാനായിട്ട് വന്ന് നിൽക്കുവാണേ, കവലയ്ക്ക് വന്ന് നിൽക്കുക. അപ്പോൾ റാസ വരുന്നുണ്ട്. എല്ലാ ആൾക്കാരും വരി വരിയായിട്ട് അച്ചടക്കത്തോടു കൂടി വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ നമ്മുടെ ചെണ്ടമേളം ഉണ്ട്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് തമ്പോലും ബാൻഡ് സെറ്റ്, വേറെ സെറ്റ് ചെണ്ടമേളം എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ചെണ്ടമേളം അവിടെ നിന്ന് കൊട്ടിക്കൊണ്ട് നിൽക്കുവാണ്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലെ പെരുന്നാൾ റാസയാണ് നടക്കുന്നത്, ചക്കാലക്കുന്ന് പള്ളിയിൽ. അപ്പോൾ നമ്മുടെ തമ്പോലം കൂട്ടുന്ന പിള്ളേർ, അവരുടെ കൂട്ടത്തിൽ നമ്മുടെ പോപ്പറുണ്ട്. അപ്പം നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആ പോപ്പർ പൊട്ടിക്കും പിള്ളേർക്ക് വേണ്ടി. തമ്പോലം കൊട്ടുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിള്ളേർ കൊട്ടിക്കൊണ്ട് നിൽക്കുവാണ്. എല്ലാ ആൾക്കാരും മുന്നോട്ട്, ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു കുരിശുപള്ളിയുണ്ട്, ഒരു ചെറിയൊരു കുരിശുപള്ളി. അവിടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പോപ്പർ പൊട്ടിച്ചു. ആ പോപ്പർ പൊട്ടിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന സകല ആൾക്കാരുടെ മേത്തും പേപ്പറും എല്ലാം വീണു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു അഴകാണ്. ഇപ്പോൾ ഏത് അമ്പലത്തിലോ ഉത്സവത്തിനോ പള്ളി പെരുന്നാളിനോ എന്തിനു പോയെന്ന് പറഞ്ഞാലും ഈ ഐറ്റം ഒരു മെയിൻ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരുടെയും മേത്ത് വീണത് എല്ലാവരും തൂത്ത് കളയുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം പുതിയൊരു ഐറ്റം ഉണ്ടായിരുന്നു, കോമള പോലെ വരുന്നത്. ഇതുപോലെ തന്നെ ഉള്ള പോപ്പറിൻ്റെ വണ്ടിയിൽ കോമള വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ആൾക്കാർ മുന്നോട്ട് ഓരോ സെറ്റ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് അതിൻ്റെ പുറകിലായിട്ട് ഭഗവാന്റെ രൂപം വെച്ചുള്ള വണ്ടി വരുന്നുണ്ട്. ഇതിനകത്താണ് നമ്മൾ കാണിക്കയൊക്കെ ഇടുന്നത്. നമുക്കിടാം, കാണിക്ക ഒക്കെ നമുക്കിടാം. എന്ത് ഭംഗിയല്ലേ പോകുന്ന കാണാൻ തന്നെ. പ്രാവശ്യം നമ്മുടെ രൂപം കൊണ്ടുവന്ന വണ്ടി. അപ്പോൾ അവിടെ നിർത്തി കാണിക്ക ഇടാനുള്ളവർക്കൊക്കെ കാണിക്ക ഇടാം. അപ്പോൾ നമ്മുടെ ചെണ്ടമേളം വന്നിരിക്കുകയാണ്. സൂപ്പർ ചെണ്ടമേളമായിരുന്നു. എല്ലാവരും നിന്ന് നല്ല തുള്ളലായിരുന്നു. എല്ലാവരും ആസ്വദിച്ചു. അവർക്കും ഇതുപോലെ പോപ്പറുള്ള വണ്ടിയുണ്ട്. അവത്തേലാണ് കോമള പോകുന്നത് ആ വണ്ടിയിൽ. ചെണ്ടമേളക്കാർക്കും പോപ്പറുണ്ടായിരുന്നു. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് കറക്റ്റ് ക്യാമറയിൽ അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഈ പോപ്പർ പൊട്ടിച്ചപ്പോഴത്തേക്കുള്ള കാഴ്ച കണ്ടോ, സൂപ്പറല്ലേ. ആ ചുമല ലൈറ്റും ആ പോപ്പറും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാൻഡ് സെറ്റ് വരുന്നുണ്ട്. അപ്പം ബാൻഡ് സെറ്റ് പോയി. അതിന് പുറകെ കുറച്ച് പേരും കൂടെ അവരും കൂടെ വരുവാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ലൈറ്റൊക്കെ വെച്ച ഒരു വണ്ടിയും വരുന്നുണ്ട്. ഈ നമ്മുടെ പ്രദർശനം പള്ളി കയറി കഴിയുമ്പോഴത്തേക്ക് വെടിക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് വെച്ച വേറൊരു ഭഗവാന്റെ ഒരു വണ്ടി പോകുന്നുണ്ട്. റോഡിൽ ഫുള്ള് ഈ പോപ്പറിൻ്റെ പേപ്പറാണ്. അപ്പം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഈ പള്ളിയിലച്ഛനും എല്ലാവരും പോവാണ്. അതിനുശേഷം വൈകിട്ട് നമ്മുടെ അടവിമരം കൊണ്ടുപോകുന്ന വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഈ വരുന്നത് നമ്മുടെ കുളത്തൂർ
പാലത്തിനക്കരയുണ്ട്, പാലത്തിനിക്കരയുണ്ട്. പാലത്തിനക്കരയിൽ നിന്ന് ഉള്ള അടവിമരമാണ് വെള്ളാവൂർ, അതുപോലെ തന്നെ കുളത്തൂർമൂഴി. ഈ 2 സ്ഥലത്തു നിന്ന് വരുന്ന അടവിമരമാണ്. എൻ്റെ ചേട്ടനും അതിനകത്തുണ്ട് കേട്ടോ തുള്ളാനായിട്ട്. അപ്പം ഫ്രണ്ടിൽ തുള്ളി വരുന്നുണ്ട്. അപ്പോൾ അതും കാണാനായിട്ട് വന്നേ. ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്നു അത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും വണ്ടിയൊക്കെ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും തുള്ളി നല്ല സന്തോഷത്തിൽ എല്ലാവരും വരുവാണ്. നമുക്കിത് കാണുമ്പോൾ നമുക്കൂടെ അറിയാതെ തുള്ളാൻ തോന്നും. അതുപോലെ പാട്ടുമൊക്കെ ഇട്ട് എല്ലാവരും തുള്ളുന്ന കാണുമ്പോൾ നമുക്കും തുള്ളാനായിട്ട് തോന്നും. അപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു. ഒരു ഇരട്ടി സന്തോഷമായിരുന്നു. നമ്മുടെ റാസായും അതുപോലെ തന്നെ നമ്മുടെ അടവിയും എല്ലാം കൂടി ഒരു ദിവസം വന്നപ്പോഴത്തേക്കും വളരെ വളരെ സന്തോഷമായിരുന്നു കാണാനായിട്ട് മനസ്സിന്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാമെന്നുള്ളത്. ഇത് അമ്പലത്തിൽ അടവിമരം അമ്പലത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ വെളുപ്പിനെ അടവി ചടങ്ങുണ്ട്. അത് കാണാൻ ഇത് നല്ല ഭംഗിയാണ്. നമ്മൾ ശരിക്കും ഒരു കാട്ടിനകത്ത് നമ്മൾ പോയൊരു ഫീലാണ്. അത് അവിടെ ചെന്ന് തന്നെ പോയി നിന്ന് കാണണം. അതൊരു പ്രത്യേക ഒരു സുഖമാണത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ലൈറ്റും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് എല്ലാവരും കൊണ്ടുപോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.